ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തയിലേക്ക് സ്കൂൾ ബസ്സിനുള്ളിൽ കത്തിക്കുത്ത്. +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചു. തിരുവനന്തപുരം സ്വകാര്യ സ്കൂളിലെ ബസ്സിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. പരിക്കേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുലേഖ ശശികുമാർ ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സുലേഖ, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഉണ്ടായത്? ആതിര, തീർച്ചയായും ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സ്കൂൾ ബസ്സിനുള്ളിൽ കത്തിക്കുത്ത് നടന്നു എന്നുള്ള ഒരു കാര്യം. +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്കൂൾ ബസ്സിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്? ഏതെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി കൂടുന്ന സമയത്ത് അബദ്ധവശാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചതാണോ? കുട്ടിക്ക് +1 വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് കയ്യിൽ കത്തി കിട്ടിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിലൊരു അന്വേഷണവും മറ്റും നടക്കുന്നതേ ഉള്ളൂ. സംഭവത്തിൽ എന്തായാലും വട്ടിയൂർക്കാവ് പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആതിര, സുലേഖ, അതോടൊപ്പം തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയുടെ ബാഗിനുള്ളിൽ എങ്ങനെയാണ് കത്തി എത്തുക എന്ന് വലിയൊരു ചോദ്യമുണ്ട്. അതും കുട്ടികൾക്കിടയിൽ കത്തിക്കുത്ത് നടക്കുക എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിലാകമാനം ഒരു ഇത്തരത്തിലൊരു നല്ല സന്ദേശമല്ല ഒരിക്കലും നൽകുന്നത്. തീർച്ചയായും ആദ്യം പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഈ കത്തി കിട്ടിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടിയുടെ സ്കൂൾ ബസ്സിൽ +1 വിദ്യാർത്ഥിയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കത്തി കിട്ടിയത്? അത് ഇത്തരത്തിലൊരു മാരകായുധം എങ്ങനെ കിട്ടി? അത് ഉപയോഗിച്ച മറ്റൊരു കുട്ടിയെ, തന്നെക്കാൾ ചെറുപ്പമായിട്ടുള്ള ഒരു കുട്ടിയെ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ കഴിഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം സ്കൂൾ ബസ്സിനുള്ളിൽ നടക്കുന്നത്. +1 വിദ്യാർത്ഥി ഇത്തരത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിന്റെ വാഹനത്തിലാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്ത് നടന്നിട്ടുള്ള കാര്യം. +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് സംഭവം. തിരുവനന്തപുരം സ്വകാര്യ സ്കൂളിലെ ബസ്സിലാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരുക്കേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവുമുണ്ട്. ഇനി ആ കുട്ടിയുടെ ആരോഗ്യനില അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സ്കൂൾ ബസ്സിനുള്ളിലാണ് ഇത്തരത്തിൽ കത്തിക്കുത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി, അതായത് വിദ്യാർത്ഥികളാണ്, അവരുടെ കയ്യിൽ എങ്ങനെയാണ് ഒരു കത്തി ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അത്രമേൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്കൂൾ ബസ്സിനുള്ളിലാണ് കത്തിക്കുത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത.